അമ്പെടുത്ത് രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ. അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഈ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് എൻ്റെ ലൈഫിൽ. കാരണം എന്ന് പറയുന്നത് ഈ മാസം, അതായത് ജൂലൈ 17-ാം തീയതി കർക്കിടക മാസം തുടങ്ങുകയാണ്. അതായത് നമ്മുടെ രാമായണ മാസം തുടങ്ങുകയാണ്. അപ്പോൾ രാമായണ മാസം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് പോവേണ്ടത് ശ്രീരാമൻ്റെ അമ്പലമായതുകൊണ്ട് നമ്മൾ തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിലേക്ക് പോവാണ്. അതുമാത്രമല്ല, ശ്രീരാമൻ്റെ അമ്പലം മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് കംപ്ലീറ്റ് ആവത്തില്ല. നാലമ്പല ദർശനം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ശ്രീരാമനും ശ്രീരാമൻ്റെ 3 അനിയന്മാരെയും കൂടെ നമ്മൾ കാണണം. അതായത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പോവേണ്ടത് നമുക്ക് കൂടൽമാണിക്യം ഭരതക്ഷേത്രം, അത് കഴിഞ്ഞിട്ട് പായമേൽ ശത്രുഘ്ന ക്ഷേത്രം, അത് കഴിഞ്ഞ് മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം. നമ്മൾ പോകുമ്പോൾ അങ്ങനെയാണ് ഡിസ്റ്റൻസ് വരുന്നത്. പക്ഷെ കറക്റ്റ് ഓർഡർ അതല്ല. നമ്മൾ ഭരതക്ഷേത്രം കണ്ടിട്ട്, അതായത് ഭരതനെ തൊഴുതിട്ട് ലക്ഷ്മണനെ തൊഴുതിട്ട് തിരിച്ച് വന്ന് ശത്രുഘ്നെയും തൊഴുതിട്ട്, കാരണം ശ്രീരാമൻ്റെ അനിയന്മാരെന്ന് പറയുന്നത് ശ്രീരാമൻ കഴിഞ്ഞ ഭരതനാണ്, അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ, ലാസ്റ്റാണ് ശത്രുഘ്നൻ വരുന്നത്. അതും കഴിഞ്ഞിട്ട് ശ്രീരാമനെ ഒന്നും കൂടെ വന്നൊന്ന് തൊഴുതിട്ട് പോകണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഇപ്പോഴും അങ്ങനെ തൊഴാൻ പറ്റാത്തത് കൊണ്ടും അതുവഴി പോകുന്നത് കൊണ്ടും ജേണി അതുവഴി പോകുന്നുണ്ട് ഈ 4 അമ്പലത്തിലും കയറിയിട്ടാണ് പോയത്. 4 അമ്പല യാത്ര എന്ന് പറഞ്ഞ് ഒരുപാട് ടൂറും കാര്യങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. അതല്ലാതെ KSRTCയുടെ അവിടുന്ന് നിങ്ങൾക്ക് 4 അമ്പല ദർശനത്തിലേക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാൻ പറ്റും. ഈ തുടക്കത്തിലാണ് പോയത്, അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലങ്ങളിലും പണി നടക്കുന്നു. അതായത് 4 അമ്പല യാത്ര എന്ന് നല്ല ഫേമസ് ആയ ഒരു ആചാരമാണ് 4 അമ്പല യാത്ര. കാരണം നമ്മുടെ ഏരിയയിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുകൾ പോകാറുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും ആ ഒരു ടൈമിൽ. ഞാൻ പോയ ഈ ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം ഒരു നോർമൽ ഡേ തുടക്കത്തിലായതുകൊണ്ട് മാത്രം. കാരണം എനിക്ക് ഈ ഓവർ തിരക്കിൻ്റെ ഇടയിൽ പോയി നിന്ന് തൊഴാൻ പറ്റത്തില്ല. കാരണം അത്ര ഇടിയെ കൊണ്ട് നമുക്ക് തൊഴാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പോയത്. സോ നേരത്തെ പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. ചെന്ന് കയറിയപ്പോഴേ ശ്രീരാമസ്വാമി പുറത്ത് എഴുന്നള്ളിപ്പ് നടക്കുവാണ്. പുറത്ത് വന്ന് കണ്ടിരിക്കുന്നു. ഭയങ്കര ഹാപ്പിയായി ഞാൻ. കാരണം ചെന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച അത് തന്നെയാണ്. തൃപ്രയാർ ഒന്ന് ചുറ്റി ആദ്യം പോയത് മീനൂട്ടാണ്. തൃപ്രയാർ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മീനൂട്ടാണ്. അതായത് മീനിന് അരി കൊടുക്കുന്നത്, അതായത് ഒരുപാട് ദോഷങ്ങളും കാര്യങ്ങളും എല്ലാം മാറുമെന്നാണ് പറയുന്നത് മീനൂട്ട് ചെയ്യുന്നതിന്. ഏറ്റവും കൂടുതൽ മീനൂട്ടിന് ഫേമസ് ആയ ഒരമ്പലവും തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഞാൻ ചെന്നു മീനൂട്ടിനുള്ള ആ ഒരു അരിയും കാര്യങ്ങളൊക്കെ എടുത്തു. 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാവുന്നതാണ്. 20 രൂപ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മീനൂട്ടിൻ്റെ അത് എടുക്കാം. മീനൂട്ടിൻ്റെ അതും എടുത്തിട്ട് തൊട്ടടുത്തുള്ള ആ ഒരു നദിയിലേക്ക് പോയിട്ടുണ്ട്. ചെന്നു ആ മീനിനെല്ലാം ഈ ആഹാരം കൊടുത്തതിന് ശേഷം നല്ല മഴയായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴ. പിന്നെ കുറച്ച് കയറി ഇനി മാറി നിന്നു. കാരണം എന്ന് പറയുന്നത് അമ്പലം അടച്ചിരിക്കുകയായിരുന്നു. കാരണം പുറത്ത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്തേക്ക് അമ്പലം അടച്ചിരിക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ തുറക്കത്തുള്ളൂ. ഞാൻ പോയത് നോർമൽ ദിവസമാണ്, അതായത് സാധാരണ ദിവസം. ഈ സാധാരണ ദിവസമുള്ള പൂജകളോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കത്തില്ല നാലമ്പലത്തിന് ആ ഒരു സമയത്ത് വരുന്നത്. അതായത് ഉത്സവ സമയത്ത്, അതായത് കർക്കിടക 1 മുതൽ വരുന്നത്. അമ്പലം നേരത്തെ അടയ്ക്കത്തില്ല. നോർമൽ ദിവസങ്ങളിൽ 11 മണി 10:30 കഴിയുമ്പോൾ അമ്പലം അടയ്ക്കും. എന്നാൽ നാലമ്പല ദർശനം വരുന്ന സമയത്ത് 1 മണി വരെയൊക്കെ ഉണ്ടാവാറാണ് പതിവ്. കാരണം അത്രമാത്രം ജനങ്ങളാണ് ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നത്. പിന്നെ ഈ ഒരു അമ്പലത്തിൽ നമുക്ക് പാൻറ്റ് ധരിച്ചുകൊണ്ട് കയറാൻ പറ്റും. മുണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാൻറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് കയറാം. അമ്പലത്തിനകത്തേക്ക് ഫോണൊന്നും അലൗഡല്ല. പിന്നെ ഈ ഒരു അമ്പലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഒരു അമ്പലത്തിലാണ് ഞാൻ ശാസ്താവ്, അതായത് നമ്മുടെ അയ്യപ്പൻ എന്ന് പറയുന്നത്. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് ഇവിടെ പന്തള രാജ്യത്ത് ജനിച്ചു വളർന്ന കുമാരൻ്റെ പേരാണ്. അയ്യപ്പൻ നേരെ ശാസ്താവിലേക്ക് വിലയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ഇനി ശാസ്താവ് എന്നാണ് പറയാനുള്ളത് മെയിനായിട്ട്. കാരണം ഈ ഒരു ശാസ്താവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അമൃത് കുടം കയ്യിലേന്തിയാണ് ഈ ഒരു ശാസ്താവ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശാസ്താവിനെ നേദിച്ച അമൃത് നമുക്ക് മേടിക്കാൻ കിട്ടും. അവിടെ കൗണ്ടറിൽ ഒരു 25 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ബോട്ടിൽ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പിയിൽ അവർ ആ ഒരു അമൃത് തരും. സോ അതെന്തോ ഔഷധ കൂട്ടാണ്, അത് എന്താണെന്ന് എനിക്കറിയില്ല. അത് അപ്പോൾ തന്നെ പൂജാരി നമ്മുടെ കയ്യിലേക്ക് തരും. അത് പെട്ടെന്ന്, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കുടിച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. വെറും വയറ്റിലാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറഞ്ഞത്. ഞാൻ
അത് മേടിച്ചു. ആ ഒരു ചെറിയൊരു അമൃത് മേടിച്ചു. അങ്ങ് കുടിച്ചു. അത് എനിക്ക് ആ ഒരു അയ്യപ്പൻ്റെ വിഗ്രഹം കണ്ടിട്ട്, അല്ലെങ്കിൽ ശാസ്താവിൻ്റെ വിഗ്രഹം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം അമൃതകുടം കയ്യിലേന്തി ഞാനങ്ങനെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു അമൃതും കഴിച്ചും കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. എന്നിട്ട് നേരെ നമ്മുടെ രസീത് കൗണ്ടറിൻ്റെ അടുത്തോട്ട് പോയി. അത് മാത്രമല്ല, ഞാൻ പോവാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിനകത്ത് ഒരുപാട് പേര് ശ്രീരാമൻ്റെ അമ്പും വില്ലും, അതായത് ചെറിയ അമ്പും വില്ലും ഒക്കെ നേർച്ചയായിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു, സമർപ്പിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോഴേ ക്യൂരിയോസിറ്റി ആയി. കാരണം എന്താ ഈ അമ്പും വില്ലും? കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ അവർ എഴുതി വച്ചിട്ടുണ്ട്. കാരണം ശ്രീരാമൻ്റെ ഈ അമ്പും വില്ലും, ശ്രീരാമൻ വിട്ട ഒരമ്പും ലക്ഷ്യസ്ഥാനത്ത് തറയ്ക്കാതെ പോയിട്ടില്ല. അതായത് ശ്രീരാമൻ എയ്ത അമ്പുകളെല്ലാം കറക്റ്റ് ലക്ഷ്യം കണ്ടിട്ടുണ്ടെന്നാണ് നമ്മൾ ചരിത്രം തന്നെ നോക്കിയാൽ പറയുന്നത്. അതായത് ശ്രീരാമൻ്റെ ആ ഒരു എൻ്റെയർ ഈ നമ്മൾ കഥ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമൻ വിട്ട എല്ലാ അമ്പും, ശ്രീരാമൻ അയച്ച എല്ലാ അമ്പും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു നേർച്ചയാണ്. നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ സബലീകരിക്കാനായിട്ട് ആ ഒരു അമ്പും വില്ലും നേർച്ച നടത്താറുണ്ട്. പിന്നെ നെല്ലിൻ്റെ പറ, അതായത് ശ്രീരാമൻ്റെ നടയിൽ നെൽപ്പറ നേദിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് നേർച്ചകളുണ്ട്. അങ്ങനെ നാലമ്പല ദർശനത്തിലെ ആദ്യത്തെ അമ്പലമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വീണ്ടും വരണമേ എന്ന പ്രാർത്ഥനയോടുകൂടി, അതിന് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പോരാത്തതിന് ഈ ഒരു അമ്പലത്തിൻ്റെ തൊട്ട് വെളിയിലൊരു മുരുകക്ഷേത്രമുണ്ട്, അവിടെയും തൊഴുതിട്ട് ഇറങ്ങി.